ഞാൻ ബ്ലോഗർ ആവണമെന്ന് വിചാരിച്ച ആളെന്നല്ല സത്യം പറഞ്ഞാൽ. നമ്മൾ പലയിടത്തും പോയി ഭക്ഷണം കഴിക്കും. സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഒരു 10ാം ക്ലാസ് 9ാം ക്ലാസ് ആ കാലഘട്ടത്തൊക്കെ നമ്മൾ കോഴിക്കോട്ടേക്ക് ബസ് കയറി പോകും. ഇവിടെ പെരിന്തൽമണ്ണന്ന് ഒരു 1.5 മണിക്കൂറുണ്ട് കോഴിക്കോട്ടേക്ക്, 2 മണിക്കൂർ. അന്നത്തെ റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കും. അങ്ങനെ തിരിച്ച് ബസ്സിന് തിരിച്ച് വരും. അത് ആ സമയത്ത് തന്നെ ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ഒരാൾ ബ്ലോഗറായി, അത്രേ ഉള്ളൂ. സ്കൂൾ പഠിച്ച് കഴിഞ്ഞിട്ട് നേരെ കോളേജിലെത്തി. ഡിഗ്രി ഇവിടെ അടുത്ത് തന്നെ ആയിരുന്നു. ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ പോണത് വാഗമണിലാണ് MBA മാസ്റ്റേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അവിടെ പറഞ്ഞാൽ ഭക്ഷണം ഒരു റെസിഡൻഷ്യൽ ക്യാമ്പസ് ആയതുകൊണ്ട് ഭക്ഷണം അവിടെ തന്നെ ആയിരുന്നു. ഭക്ഷണത്തിനൊരു പരിമിതികളൊക്കെ ഉണ്ട് ഹോസ്റ്റൽ ക്യാമ്പസ് ആകുമ്പോൾ. അപ്പോൾ നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഇത് വരുമല്ലോ, ത്വര വരുമല്ലോ. നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ലീവുള്ളൂ. അപ്പോൾ ഒരു ശനി ഞായർ ദിവസങ്ങളിൽ വാഗമണിന്ന് നേരെ താഴോട്ട് തൊടുപുഴയ്ക്ക് ഇറങ്ങും, അല്ലെങ്കിൽ ഈരാട്ടുപേട്ട സ്ഥലത്തൊക്കെ പോയിട്ട് ഭക്ഷണം കഴിക്കാറ്. ആ സമയത്ത് അവിടുത്തെ നല്ല നല്ല ഭക്ഷണങ്ങൾ ഫോട്ടോ എടുത്തു. അന്ന് ഇൻസ്റ്റാഗ്രാം പറഞ്ഞാൽ ഇന്നത്തെ പോലത്തെ റീലിന് വേണ്ടിയിട്ടല്ല, ഫോട്ടോ പോസ്റ്റ് ചെയ്യാനാണ്. ഫോട്ടോ പോസ്റ്റ് ചെയ്തത് എവിടെ കിട്ടുക, ഭക്ഷണത്തിൻ്റെ അഭിപ്രായം കുറിപ്പായിട്ട് എഴുതും. അന്ന് നമ്മുടെ ടിക്ടോക്ക് എന്ന സംഭവം ഉണ്ടായിരുന്നു. അതായത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസ് നേരെ ടിക്ടോക്കിൽ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യും. എൻ്റെ പേഴ്സണൽ പ്രൊഫൈലായിരുന്നു ബാസിം എന്നുള്ളത്. ബാസിം നാലകത്തുന്ന പ്രൊഫൈല് ബാസിംസ് പ്ലേറ്റിലേക്ക് മാറ്റി. നമ്മൾ ഭക്ഷണം കഴിക്കാനൊരു പ്ലേറ്റ് വേണമല്ലോ, എല്ലാ ഭക്ഷണം കഴിക്കുക പ്ലേറ്റിലാണല്ലോ. അപ്പോൾ ബാസിംസ് പ്ലേറ്റിൽ ഭക്ഷണം തന്നെ ഉള്ളത് സത്യം പറഞ്ഞാൽ. അപ്പോൾ ബാസിം പ്ലേറ്റ് വന്നു, ബ്ലോഗറായിട്ട് തുടങ്ങി. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇടയ്ക്ക് ലീവിന് വീട്ടിലേക്ക് വരും. വാഗമണിന്ന് ലീവിന് വീട്ടിലേക്ക് വരും. മാസത്തിൽ 2-3 ദിവസം ലീവ് ഉണ്ടാവുള്ളൂ. അന്ന് കുറച്ച് ബ്ലോഗേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവർ സംസാരിക്കുന്ന പോലെ തന്നെ ആ ഒരു അച്ചടി ഭാഷ പ്രയോഗിച്ചപ്പോൾ വല്ലാതെ ആരും ശ്രദ്ധിച്ചില്ല. അപ്പോൾ നമുക്ക് വളരെ സങ്കടമായി. ഞാൻ എൻ്റെ വീട്ടിൽ, നാട്ടിൽ അല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കുന്ന ആ ഒരു മലപ്പുറം സ്ലാങ്, ടിപ്പിക്കൽ ഇവിടുത്തെ ആ സ്ലാങ്ങിൽ സംസാരിച്ചപ്പോൾ 10 ഇരട്ടി റെസ്പോൺസാണ് വന്നത്. ഹൈദരാബാദ് പോയിട്ട് ഹൈദരാബാദി ബിരിയാണി മാത്രം കഴിച്ചാൽ പോലെ ഹൈദരാബാദ് സാധാരണക്കാർ കഴിക്കുന്ന ഒരു മെസ്സ് ഉണ്ട്, ശ്രീ കാക്കത്തിയ മെസ്സ് കേട്ടോ. ഹൈദരാബാദ് അമീർപേട്ടിൽ ചെറിയൊരു ഷോപ്പായി തുടങ്ങിയത്, വലിയ മെസ്സ് കേട്ടോ. അപ്പോൾ ആന്ധ്രാഭോജനം പൊളി. അങ്ങനത്തെ 2-3 വീഡിയോ ചെയ്തപ്പോൾ അത് ഭയങ്കര എന്താ പറയുക, ടിക്ടോക്കിലൊക്കെ അത്യാവശ്യം വൈറലായ പോലത്തെ വീഡിയോ ആയി. ഒരുപാട് ഷെയർ വന്നു, കമൻസ് വന്നു, ലൈക്ക് എല്ലാം വന്നു. ഈ തെക്കൻ കേരളത്തിലെ ആളുകൾ, അതായത് ട്രിവാൻഡ്രം, കൊല്ലം ആ സൈഡിലെ ആളുകൾക്കൊന്നും ഭാഷ മനസ്സിലാവുന്നില്ല. പക്ഷെ എന്നാലും ഞാനിത് തുടർന്നു. കാരണം നമുക്ക് പരിചയമുള്ള ആളുകളൊക്കെ ഈ ഭാഷ തന്നെ സംസാരിക്കുക. അപ്പോൾ ഇങ്ങനെ തന്നെ തുടർന്നു. അപ്പോൾ MBA കഴിഞ്ഞു, 2019 MBA കഴിഞ്ഞു. അപ്പോഴൊക്കെ നമ്മൾ ഈ പേജ് കൂടെ ഉണ്ട്. ഓരോ യാത്ര ചെയ്യുമ്പോഴും ഓരോ സ്ഥലത്ത് പോയി ഭക്ഷണം കഴിക്കും, സംഭവം നടക്കുന്നുണ്ട്. പക്ഷേ MBA കഴിഞ്ഞപ്പോൾ ജോലി എന്ന് പറഞ്ഞൊരു ഘടകം വന്നു. അതായത് വരുമാന മാർഗ്ഗം നിർബന്ധമാണല്ലോ ജീവിക്കാൻ. ഈ മലപ്പുറത്തിൻ്റെ കൾച്ചർ പറഞ്ഞാൽ പ്രവാസത്തിൻ്റെ കൾച്ചറാണല്ലോ. ഒരുവിധം എല്ലാവരും, ഒരു 90% ആളുകളും ഗൾഫിലാണ്. അപ്പോൾ ഗൾഫിലേക്ക് പോകാനുള്ള ആ ഒരു ഇത് വന്നു, പ്രഷർ വന്നു. കാരണം എൻ്റെ വലിയ ബ്രദർ അവിടെ തന്നെയാണ് ഇപ്പോഴും ഫാമിലിയായിട്ട് സെറ്റിൽഡ്. അപ്പോൾ അവിടേക്ക് വിടാം എന്നൊക്കെ വന്നു. അപ്പോഴൊക്കെ മനസ്സിൽ ഈ സാധനം, എന്താ പഠിച്ചോനെ ഇനിയിപ്പോൾ ഈ പേജ് ഇതൊക്കെ തുടങ്ങിയിട്ട് ഗൾഫിൽ പോയാൽ അതൊക്കെ നടക്കുമോ, ജോലിക്ക് ഇതൊക്കെ. നമുക്ക് ഈ ഭക്ഷണത്തിൻ്റെ പാഷൻ ഇതൊക്കെ ഉണ്ടായിരുന്നു. ബ്ലോഗിങ്ങിന് 2 വർഷത്തിൽ ഒരുപാട് കോൺടാക്ട്സ് ഉണ്ടായിരുന്നു. റെസ്റ്റോറൻറ്റുകളുടെ ഒരുപാട് കോൺടാക്ട്സ് ഉണ്ടായപ്പോൾ റെസ്റ്റോറൻറ്റ് മാർക്കറ്റിംഗ്, അതുപോലെ റെസ്റ്റോറൻറ്റ് കൺസൾട്ടൻസി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം. അതായത് കൺസൾട്ടൻസി ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഒരു പ്രൊഫഷണൽ കൺസൾട്ടൻസി അല്ലെങ്കിലും നമ്മൾ റെസ്റ്റോറൻറ്റിന് വേണ്ടി മാർക്കറ്റിംഗ് കാര്യങ്ങൾ, അതുപോലെ ഷെഫിന് റിക്രൂട്ട്മെൻറ്റ്, മെനു സെറ്റിംഗ്, ഡിസൈനിങ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും, കോസ്റ്റിംഗ്, ബജറ്റിംഗ്, നമ്മൾ പഠിച്ച MBAയും ഇതും കണക്ട് ചെയ്തു. നമ്മളെ പാഷനും പ്രൊഫഷനിലേക്ക് കണക്ട് ചെയ്തു. അങ്ങനെ തുടങ്ങി. അപ്പോൾ ഈ ബ്ലോഗിങ് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഇതും വരുന്നുണ്ട്. അങ്ങനെ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ വീട്ടുകാരാണെങ്കിൽ തന്നെ തുറക്കുന്ന സമയത്ത് ജോലിക്കൊന്നും പോകാതെ വീട്ടിലിരിക്കുക, ഫുഡും കഴിച്ച് കിടക്കുക, വീഡിയോ എടുത്ത് കിടക്കുക, ഇതിലെന്താ കാര്യം? സ്വന്തമായിട്ട് തന്നെ ഇതുണ്ടാക്കിയാണ് ഇപ്പം ഞാൻ നടത്തുന്നതൊക്കെ. ഈ ബ്ലോഗിങ് ഉണ്ടല്ലോ, അതൊക്കെ അവൻ്റെ സ്വന്തമായിട്ട്, അല്ലാണ്ട് വേറെ ഒരു ട്രെയിനിങ്ങോ ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല. അതുകൊണ്ട് തോന്നുന്ന പ്രത്യേക കഴിവുണ്ട്. അത് നമുക്ക് വായിച്ചു കൊടുക്കേ പറ്റുള്ളൂ. ഒരു പെർമനൻറ്റ് ജോബ് തന്നെ ഒരു വേണമെന്നുള്ള ഇതാണ്. പക്ഷെ എന്തിനാപ്പം തന്നെ ഇപ്പോൾ വലിയ വന്നത് എനിക്ക് എൻ്റെ തോന്നുന്നുണ്ട്. ഒരു വരുമാന മാർഗം വന്നു തുടങ്ങിയപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. അപ്പോൾ എല്ലാവർക്കും ഓക്കെ. എല്ലാരും ചൊല്ലണതല്ലിവൻ കജ്ജുക്കുള്ളൊരു കാര്യക്കാരൻ മൊഞ്ചാണ്, ലങ്കി മറിഞ്ഞൊരു മാനത്തമ്പിളി പോലൊരു മാരൻ കടലാണ്, നീന്തി കയറിയ പോരിശയുള്ളൊരു ബാല്യക്കാരൻ നെഞ്ചാണ്, ലഞ്ചി കൊഞ്ചണ കണ്ണഞ്ചുന്നൊരു ചെഞ്ചൊടിമാരൻ. അപ്പോൾ കൊറോണ വന്നപ്പോൾ
സ്റ്റക്കായല്ലോ മൊത്തം. എന്താ ചെയ്യുക ഒന്നും അറിയില്ല, ഒരു എത്തുംപിടിയില്ല. അതായത് പ്രധാനമന്ത്രി ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത് വെച്ചാൽ റെസിപ്പി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തു. ആദ്യം നമ്മൾ ഫസ്റ്റ് ചെയ്തൊരു പച്ചമാങ്ങ ജ്യൂസിൻ്റെ ഒരു വീഡിയോ ആണ്. അന്ന് റെസിപ്പി വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും കണ്ടു. അത് സാധാരണ നാടൻ ഭക്ഷണത്തിനേക്കാളും ക്ലിക്കായത് ഉമ്മാൻ്റെ വർത്താനോ അങ്ങനെ സംഭവങ്ങളൊക്കെ വന്നപ്പോൾ ആളുകൾ ഒന്നുകൂടിയും കണ്ടു. എനിക്ക് അല്ലെങ്കിൽ സമയമില്ല, ബുദ്ധിമുട്ടാട്ടോ. എനിക്ക് വേണ്ടി ഓർഡർ ചെയ്യിക്കോ. അത് ഒരു കൊറോണ വന്നപ്പോൾ ഞാനും കുടുങ്ങിയാലോ ഓർഡർ. അതിപ്പോൾ ഞങ്ങൾക്ക് വലുതാക്കാൻ ചെറുതാക്കാൻ നിൽക്കാം. അല്ലെങ്കിൽ സമയമില്ല ഇതിനൊക്കെ നിന്നാൽ. ചിലപ്പോഴൊക്കെ വന്ന് അറിയും അന്ന് നമുക്ക് നല്ല വീഡിയോ ചെയ്യാണ്ടെന്നൊക്കെ അറിയാം. ചിലപ്പോൾ ഞാൻ പറയും ഇന്ന് സമയമില്ല നാളാക്കാന്ന് പറയും. പിന്നെ എവിടെ പോയാലും ഇപ്പോൾ ബാസിംബ്ലേറ്റിൻ്റെ അമ്മ എന്നൊരു വർത്താനമുള്ളൂ. സാധാരണ ലോക്ക്ഡൗണിന് മുമ്പ്, കൊറോണയ്ക്ക് മുമ്പൊക്കെ ഒരു ദിവസം 200-300 ഫോളോവേഴ്സ് കയറിയെന്ന് എനിക്ക്. ലോക്ക്ഡൗൺ ആയ സമയത്ത് അത് 1000-ആയി. 800 മുതൽ 1200 വരെ ഫോളോവേഴ്സ് കയറി. സത്യം പറഞ്ഞാൽ കൊറോണ കാരണം ബ്ലോഗേഴ്സ് രക്ഷപ്പെട്ടു എന്ന് പറയാം. മൊഹബത്തിലുണർന്നു മലർവനി മുഹമ്മദ് റസൂൽ വരും വഴി. ഈ എല്ലാ ക്രിയേറ്റേഴ്സിനും അതല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ നെഗറ്റീവ് കമൻറ്റ് വരുന്നതാണ്. അതിൽ എനിക്കും ഒരുപാട് വരുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന ആളുകൾ കുറച്ച് പ്രായം കുറവ് ആ ഒരു യൂത്ത് ജനറേഷനാണ്. പക്ഷേ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന ഒരു 40 കൂടുതലും ഭൂരിഭാഗവും 40 വയസ്സിന് മേലെ ഉള്ള പ്രായമുള്ള ആളുകളാണ്. എന്തെങ്കിലും വലിയ ലക്ഷറി ആയിട്ടുള്ള കല്യാണങ്ങൾ കാണിച്ചാൽ അല്ലെങ്കിൽ ലക്ഷറി നല്ല ഹോട്ടലിൽ ഭയങ്കര ഭക്ഷണങ്ങളൊക്കെ കാണിച്ചാൽ നെഗറ്റീവ് കമൻ്റ് ആയിട്ട് ഇടും. ഇതൊക്കെ പാവങ്ങൾ കൊടുത്തൂടെ, അങ്ങനെ കുറേ സംഭവം പറയും. ഇങ്ങനെ നടന്നാൽ കുറച്ച് കാലം കൂടെ നിൽക്കുള്ളൂ അങ്ങനെയൊക്കെ പറയും. പിന്നെ മനസ്സിലാക്കി എന്താ വെച്ചാൽ കമൻ്റ് അടിക്കുമ്പോൾ അവരെ സുഹൃത്തുക്കളും കാണുകയാണ്. അതായത് ഈ എന്ന് പറഞ്ഞ ആൾ കമൻ്റ് അടിച്ചു, അപ്പോൾ അവർ വന്ന് നോക്കുമ്പോൾ നമ്മളെ വീഡിയോക്ക് വ്യൂസ് ഇങ്ങനെ കൂടുക ചെയ്യുക. അപ്പോൾ ബ്ലോഗ് അടിപൊളിയായിട്ട് ഇങ്ങനെ പോവാണ്. സംഭവം നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഒരുപാട് ബ്ലോഗേഴ്സ് വന്നു, നമുക്കൊരു കോമ്പറ്റീഷനൊക്കെ വന്നു. കോമ്പറ്റീഷൻ വരുമ്പോഴാണ് നമ്മൾ ഒന്നും കൂടി ഒന്ന് എന്താ പറയുക വിജിലൻ്റ് ആവേണ്ടത് ഈ മേഖലയിൽ. ആ സമയത്ത് നമ്മൾ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പരിപാടി നോക്കണമല്ലോ. അങ്ങനെ ആലോചിച്ച് iPhone 11 Pro Max അത് ഗിവ് അവേ കൊടുക്കാമെന്ന് വെച്ചു. കാരണം ഐഫോൺ എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു യൂത്തിൻ്റെ എല്ലാവരുടെ ഒരു സ്വപ്നം മൊബൈലാണ്. അപ്പോൾ 11 Pro Max ഞാൻ യൂസ് ചെയ്തൊരു മൊബൈൽ ഗിവ് അവേ കൊടുക്കാമെന്ന് വെച്ചു. പിന്നെ എത്തി നിൽക്കുന്നത് 510K ഫോളോവേഴ്സ് എന്ന ഇതിലേക്കാണ്. പിന്നെ നോക്കുമ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പേര് ഫോളോ ചെയ്യുന്ന ഫുഡ് ബ്ലോഗ് പേജ് എൻ്റേതായി. അപ്പോൾ അതൊരു വലിയ ഒരുപാട് സന്തോഷമുള്ള സമയമായിരുന്നു. അത് നമ്മളൊരു മൈൽ സ്റ്റോൺ ആയിട്ട് ഞാൻ കണക്കാക്കണം. പിന്നെ ഈ അടുത്ത് ചെയ്തത് ഒരു 2 ലക്ഷം 2 മണിക്കൂർ എന്നാണ് ഒരു ഗിവ് അവേ ഉണ്ടായിരുന്നു. അതായത് ലുലു മാളിൽ ഒരാളെ കൊണ്ടുപോയി ഇരുത്തിയിട്ട് 2 ലക്ഷം രൂപ കൊടുക്കും. സമ്മാനം അടിച്ചാൽ 2 ലക്ഷം കൊടുക്കും. 2 മണിക്കൂർ കൊണ്ട് അയാൾ ആ 2 ലക്ഷം ചിലവാക്കണം. ആ വീഡിയോ കണ്ടത് ഏകദേശം ഒരു 1,10,00,000 പേര് കണ്ടു ആ വീഡിയോ. ജനങ്ങൾക്ക് എന്ത് കൊടുക്കുന്നു, നമുക്ക് കിട്ടുന്നതിൽ ജനങ്ങൾക്കൊരു പങ്ക് കൊടുക്കുമ്പോഴാണ് ആളുകൾ ഒന്നും കൂടി നമ്മളിലേക്ക് എൻഗേജ് ആവുക. അപ്പോൾ ആ ഒരു സിസ്റ്റമാണ് ഇന്ന് ഫോളോ ചെയ്യണം. നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ ഐഫോണിലാണ് ഇപ്പോൾ വീഡിയോ എടുക്കാറ്. അതെന്തുകൊണ്ടാ വെച്ചാൽ ശരിക്കും ഈസി ടു ആക്സസ് ആണ് എല്ലാ കാര്യത്തിലും. അതിപ്പോൾ വീഡിയോ എടുക്കാനാണെങ്കിലും അതിന് ശേഷമുള്ള എഡിറ്റ്സ് ആണെങ്കിലും എല്ലാം വളരെ ഈസിയാണ്. അപ്പോൾ നമ്മളെടുക്കുന്ന വീഡിയോസ്, ഇപ്പോൾ ഞാൻ എടുക്കുന്ന ഒരു 80% വീഡിയോസും, അതായത് റെസ്റ്റോറൻറ്റ് പോകണതും പുറത്ത് പോകണ യാത്രകളൊക്കെ ഐഫോണിലാണ്. അപ്പോൾ വീട്ടിലൊക്കെ റെസിപ്പി ഷൂട്ടൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ക്യാമറ മാത്രമേ യൂസ് ചെയ്യും. ആപ്പിൽ തന്നെ എഡിറ്റിങ് കാര്യങ്ങളെല്ലാം നടക്കും. അപ്പോൾ ഫോണിൽ തന്നെ വീഡിയോ എടുക്കുക, ഇത് തന്നെ എഡിറ്റ് ചെയ്യുക, പെട്ടെന്ന് തന്നെ നമുക്ക് ഔട്ടും കിട്ടും.